കണ്ണൂർ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BScയുടെ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിലുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. BSc കെമിസ്ട്രി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ BCA ഇത്രയും സബ്ജക്റ്റുകാർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഇത്രയും സബ്ജക്റ്റുകാരുടെ സെക്കൻഡ് മൊഡ്യൂളാണ് ആക്ച്വലി ഇത്. സെക്കൻഡ് ഓർഡർ ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് സെക്കൻഡ് ഓർഡർ. അപ്പോൾ ഇവിടെ നോക്കുക. A second order ordinary differential equation is called linear if it can be written y double dash plus p of x y dash plus q of x y equal to r of x, and non-linear if it cannot be written in this form. അതായത് ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് ലീനിയർ സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, അതായത് y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ്. ഇവിടെ ആക്ച്വലി പി ഓഫ് എക്സ്, അതുപോലെ ക്യൂ ഓഫ് എക്സ്, ആർ ഓഫ് എക്സ് ഇതെല്ലാം എന്താണ്? ഫങ്ഷൻസ് ഓഫ് എക്സ് ആണ്. ഫങ്ഷൻസ് ഓഫ് എക്സ്, എക്സ് എന്ന് പറയുന്ന വാരിയബിളിലുള്ള ഫങ്ഷൻസ് ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത്തരം ഇക്വേഷൻസിനെ നമ്മൾ നോൺ ലീനിയർ ഇക്വേഷൻ എന്ന് പറയും. Then if r of x equal to 0, then 1 is called homogeneous linear ordinary differential equation. അതായത് ഇക്വേഷൻ 1ൽ r of x equal to 0 ആണെങ്കിൽ ആ ഇക്വേഷൻ എന്തായി മാറും? ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായി മാറും. അതായത് y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. ഈ ഫോമിലുള്ള ഇക്വേഷൻസ് ആണ് എന്ത്? ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, ഇനി ഇവിടെ ആർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ്. അവിടെ എന്ത് കണ്ടീഷൻ വേണം? ആർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാം? നോൺ ഹോമോജീനിയസ് ലീനിയർ ODE എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കുക. y ഡബിൾ ഡാഷ് പ്ലസ് 25y ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് കോസ് എക്സ്. അതായത് ഇവിടെ y ഡബിൾ ഡാഷ് പ്ലസ് 25y ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് കോസ് എക്സ്. ഇത് ആക്ച്വലി ഏത് ഫോമിലാണുള്ളത്? ഫസ്റ്റ് ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ആർ ഓഫ് എക്സ് ഫോമിലാണ് ആക്ച്വലി ഈ ഇക്വേഷൻ ഉള്ളത്. അതിലിവിടെ വൈ ഡാഷിൻ്റെ ഒരു ടേം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ആക്ച്വലി ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വൈ ഡാഷിൻ്റെ ടേം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ കേസിൽ എന്തുകൊണ്ടായിരിക്കും? അത് പി ഓഫ് എക്സ് 0 ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്ത് ഇക്വേഷനാണ്? ഇവിടെ ആർ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ദിസ് ഇസ് എ നോൺ ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാക്കാം. വൈ ഡബിൾ ഡാഷ് പ്ലസ് 1/x വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 0. ഇത് ആക്ച്വലി ഏത് ഫോമിലാണ് ഉള്ളത്? വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലാണുള്ളത്. സോ ഈ ഇക്വേഷൻ എന്ത് ഇക്വേഷൻ ആയിരിക്കും? വിച്ച് ഇസ് എ ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഫണ്ടമെൻ്റൽ തിയറം ഫോർ ദ ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫോർ എ ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ y double dash plus p of x y dash plus q of x y equal to 0
Any linear combination of two solutions on an open interval I is again a solution of 2 on I. അതായത് ഇവിടെ ആക്ച്വലി പറയുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ രണ്ട് സൊല്യൂഷൻ, ഇത് സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് തന്നെ ഇതിന് രണ്ട് സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ രണ്ടിലധികം സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിലിപ്പം y1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൊല്യൂഷനാണെന്ന് വിചാരിക്കുക, അതുപോലെ y2 മറ്റൊരു സൊല്യൂഷനാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്താണ്? ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓരോ സൊല്യൂഷനെയും ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യുക. അതാണ് ആക്ച്വലി ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ C1y1 പ്ലസ് C2y2 അതും എന്തായിരിക്കും? ഒരു സൊല്യൂഷൻ ആയിരിക്കും. ഏതിൻ്റെ? ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അതാണ് ആക്ച്വലി ഫണ്ടമെൻ്റൽ തിയറം പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻ പെർട്ടിക്കുലർ സച്ച് എൻ ഇക്വേഷൻ സംസ് ആൻഡ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾസ് ഓഫ് സൊല്യൂഷൻസ് ആർ എഗെയിൻ സൊല്യൂഷൻസ്. അതായത് ഈ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ കേസിൽ സംസ് ആൻഡ് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾസ് ഓഫ് സൊല്യൂഷൻസ് ആർ എഗെയിൻ സൊല്യൂഷൻസ്. അതായത് രണ്ട് സൊല്യൂഷൻസിൻ്റെ സമ്മ് ഒരു സൊല്യൂഷനായിരിക്കും, അതുപോലെ തന്നെ ഒരു സൊല്യൂഷൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ മറ്റൊരു സൊല്യൂഷനായിരിക്കും. അതായത് ഇപ്പം y1 അതുപോലെ y2 എന്ന് പറയുന്നത് രണ്ട് സൊല്യൂഷൻസ് ആണെങ്കിൽ അതിൻ്റെ സമ്മ് y1 പ്ലസ് y2 ആ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനായിരിക്കും. പിന്നെ കൂടാതെ അതിൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ, ഇപ്പം y1 ഒരു സൊല്യൂഷനാണ്, അപ്പോൾ അതിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ CY1 ഒരു സൊല്യൂഷനാവാം, അതുപോലെ CY2 മറ്റൊരു സൊല്യൂഷനാവാം. അപ്പോൾ അതാണ് ആക്ച്വലി ഫണ്ടമെൻ്റൽ തിയറം പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഇഫ് y1 ആൻഡ് y2 ആർ ടു സൊല്യൂഷൻസ് ഓഫ് എ സെക്കൻഡ് ഓർഡർ ലീനിയർ ODE, then their linear combination is given by y equal to C1y1 plus C2y2, where C1 and C2 are arbitrary constants. അതായത് ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. y1 y2 രണ്ട് സൊല്യൂഷൻസ് ആണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ആ സൊല്യൂഷൻസിനെ ഓരോ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രോബ്ലം നോക്കാം. വെരിഫൈ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ദ ഫങ്ഷൻസ് y equal to 1 plus cos x and y equal to 1 plus sin x are solutions of the non-homogeneous linear ODE. y double dash plus y equal to 1 but their sum is not a solution. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മളോട് ചെയ്യാൻ പറയുന്നത് ഇതാണ്, വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ രണ്ട് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്, y ഈക്വൽ ടു 1 പ്ലസ് കോസ് എക്സ് അതുപോലെ y ഈക്വൽ ടു 1 പ്ലസ് സൈൻ എക്സ്. ഈ രണ്ട് ഫംഗ്ഷനും ഈ ഗിവൺ ലീനിയർ ODEയുടെ ഒരു സൊല്യൂഷൻ ആണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ബട്ട് ദർ സം ഈസ് നോട്ട് എ സൊല്യൂഷൻ. ബട്ട് അതിൻ്റെ ഇത് രണ്ടും ഇത് സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ സമ്മ് സൊല്യൂഷൻ അല്ല എന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യം y ഈക്വൽ ടു 1 പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. ദെൻ ഇവിടെ ആക്ച്വലി ഇതിൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് y ഡബിൾ ഡാഷ് അറിയണം. അപ്പോൾ y കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം y ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യും. y ഡാഷ് കണ്ടുപിടിച്ചാൽ y ഡബിൾ ഡാഷ് കണ്ടുപിടിക്കും. അപ്പോൾ ഈ y ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ y ഡബിൾ ഡാഷും വൈയും തമ്മിൽ ആഡ് ചെയ്താൽ ആൻസർ 1 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ y ഈക്വൽ ടു 1 പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ y ഈക്വൽ ടു 1 പ്ലസ് കോസ് എക്സ് ദെൻ y ഡാഷ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് y ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് y എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് 1 പ്ലസ് കോസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ആക്ച്വലി എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് 1 പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ്
കോസ് എക്സ്. അപ്പോൾ നമുക്കറിയാം 1 ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ 0 പ്ലസ് പിന്നെ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ 0 മൈനസ് സൈൻ എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വൈ ഡാഷ് മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടി. ഇനി വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ ചെയ്യേണ്ടത്, ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ മൈനസ് ഔട്ട് സൈഡ് എടുക്കാം, പിന്നെ ഉള്ളത് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ്, അതെന്ത് വരും കോസ് എക്സ്. അപ്പോൾ വൈ ഡബിൾ ഡാഷ് എന്താണെന്ന് കിട്ടി, ഇവിടെ മൈനസ് കോസ് എക്സ് ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ വൈ കിട്ടി, വൈ ഡാഷ് കിട്ടി, വൈ ഡബിൾ ഡാഷ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഇനി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ വൈ ഡബിൾ ഡാഷിന് പകരം ഇവിടെ മൈനസ് കോസ് എക്സ് എന്ന് കൊടുക്കുന്നു, പ്ലസ് പിന്നെ വൈക്ക് പകരം 1 പ്ലസ് കോസ് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ മൈനസ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് ആക്ച്വലി എന്തായി 0 ആയി, പിന്നെ വരുന്നത് 1 ആണ്. അപ്പോൾ വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് തന്നെ നമുക്കിവിടെ കിട്ടി. സോ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും, y ഈക്വൽ ടു 1 പ്ലസ് കോസ് എക്സ് ഈസ് എ സൊല്യൂഷൻ ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 1. ഓക്കെ, ഇനി നമുക്കിവിടെ ഇത് y ഈക്വൽ ടു 1 പ്ലസ് സൈൻ എക്സ് ഒരു സൊല്യൂഷൻ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് y ഈക്വൽ ടു 1 പ്ലസ് സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. ദെൻ നമുക്കിവിടെ ആക്ച്വലി വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 1 ഇതിൻ്റെ സൊല്യൂഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വൈ ഡബിൾ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം വൈ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ വൈ ഡാഷ് എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ച്വലി എന്താ വരുന്നത്, ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഡി ബൈ ഡി എക്സ് ഓഫ് വൈ. അതിവിടെ എന്ത് വരും, ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഇവിടെ എന്താണ് 1 പ്ലസ് സൈൻ എക്സ്, 1 പ്ലസ് സൈൻ എക്സ് എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്, പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ്. അപ്പോൾ ഇവിടെ 0 പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് വൈ ഡാഷ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് കിട്ടി. ദെൻ വൈ ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഈ വൈ ഡാഷിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഇതെന്താണ്, മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടി. ദെൻ വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ വൈ ഡബിൾ ഡാഷിന് പകരം മൈനസ് സൈൻ എക്സ് എന്ന് കൊടുക്കുന്നു, പ്ലസ് പിന്നെ വൈക്ക് പകരം 1 പ്ലസ് സൈൻ എക്സ് എന്ന് കൊടുക്കുന്നു. ഇവിടെ മൈനസ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് 0, പിന്നെ വരുന്നത് 1. അപ്പോൾ ഇവിടെ വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് കിട്ടി. സോ ഹിയർ വി ക്യാൻ സീ ദാറ്റ് വൈ ഈക്വൽ ടു 1 പ്ലസ് സൈൻ എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്, y ഈക്വൽ ടു 1 പ്ലസ് കോസ് എക്സും ഒരു സൊല്യൂഷനാണ്, y ഈക്വൽ ടു 1 പ്ലസ് കോസ് എക്സ് ഒരു സൊല്യൂഷനാണെന്ന് കിട്ടി. അതുപോലെ തന്നെ y ഈക്വൽ ടു 1 പ്ലസ് സൈൻ എക്സ് മറ്റൊരു സൊല്യൂഷനാണെന്ന് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് അതിൻ്റെ സമ്മ് ഒരു സൊല്യൂഷൻ അല്ല എന്ന് കാണിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഫംഗ്ഷനെ y1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതായത് ഇവിടെ y1 ഈക്വൽ ടു 1 പ്ലസ് കോസ് എക്സ് എന്ന് എടുക്കുന്നു, y2 ഈക്വൽ ടു 1 പ്ലസ് സൈൻ എക്സ് എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സമ്മ് എന്തായിരിക്കും, സമ്മിനെ ഞാൻ y ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, y ഈക്വൽ ടു y1 പ്ലസ് y2. അപ്പോൾ അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി y1 പ്ലസ് y2 ആണ്. അപ്പോൾ y1 എന്ന് പറയുന്നത് ഇവിടെ 1 പ്ലസ് കോസ് എക്സ് ആണ്, അപ്പോൾ പ്ലസ് പിന്നെ y2 1 പ്ലസ് സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും, ആഡ് ചെയ്താൽ നമുക്കിവിടെ 1 പ്ലസ് 1 2 എന്ന് കിട്ടും, പിന്നെ 2 പ്ലസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എഗെയിൻ. അപ്പോൾ ഇവിടെ ഈ y ഈക്വൽ ടു 2 പ്ലസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് കിട്ടി, അതായത് രണ്ട് സൊല്യൂഷൻ്റെയും സമ്മ്. ഇനി ഇത് ഏതിൻ്റെ സൊല്യൂഷനാണോ എന്ന് ചെക്ക് ചെയ്യണം, വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 0യുടെ സൊല്യൂഷനാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം വൈ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ആക്ച്വലി y എന്ന് പറയുന്നത്. അപ്പോൾ വൈ ഡാഷ് എന്ന് പറയുമ്പം ആക്ച്വലി എന്താ വരുന്നത്, ഡി ബൈ ഡി എക്സ് ഓഫ് വൈ. ഇത് ആക്ച്വലി എന്താ, ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 പ്ലസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്.
അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് 2 എന്താണ്? 0 ആണ്. പിന്നെ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. പിന്നെ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് എന്താ? കോസ് എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് കിട്ടും ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇനി വൈ ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഡാഷ്, അതായത് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. അപ്പോൾ ഇവിടെ ഈ നെഗറ്റീവ് അതുപോലെ എഴുതാം. പിന്നെ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, പിന്നെ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇവിടെ വൈ ഡബിൾ ഡാഷ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. സോ ഇനി നമുക്ക് വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? വൈ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ്, പിന്നെ വൈ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 2 പ്ലസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. അപ്പോൾ അത് അതുപോലെ എഴുതി. പിന്നെ ഇവിടെ മൈനസ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് 0, മൈനസ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് 0, പിന്നെ വരുന്നത് എന്താ? 2 ആണ് വരുന്നത്. അപ്പോൾ വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 2 എന്നാണ് കിട്ടിയത്. സോറി, ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഇതല്ല. വൈ ഡബിൾ ഡാഷ് പ്ലസ് ക്വസ്റ്റ്യനിലുള്ളത് വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 1, ഇതിൻ്റെ സൊല്യൂഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 2 എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? y equal to y1 plus y2 is not a solution of y double dash plus y equal to 1. Okay. Second question, verify by substitution that the function y equal to x square and y equal to 1 are solutions of the nonlinear ODE y double dash y minus xy dash equal to 0, but their sum is not a solution. അതായത് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ അതുപോലെ y ഈക്വൽ ടു 1, ഈ രണ്ട് ഫങ്ഷൻസും ഈ ഗിവൺ ഒ ഡിയുടെ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ അതിൻ്റെ സമ്മ് സൊല്യൂഷൻ അല്ല എന്ന് കൂടെ കാണിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാനിവിടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് ഇതിൻ്റെ സൊല്യൂഷൻ ആണോ എന്നാണ്. അപ്പോൾ ഇതിൽ y ഡബിൾ ഡാഷ് y ഡാഷ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം വൈ ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അതെന്താണ്? 2x ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ എന്ത് പറയാം? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണെന്ന് പറയാം. ദെൻ വൈ ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ ഇതിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് അതെന്താണ്? 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1 ഈക്വൽ ടു 2 എന്ന് വരും. ഇനി നമുക്കിവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ ഡബിൾ ഡാഷ് ഇൻറ്റു വൈ മൈനസ് എക്സ് ഇൻറ്റു വൈ ഡാഷ്, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈ ഡബിൾ ഡാഷിന് പകരം ഇവിടെ 2 എന്ന് കൊടുക്കാം. 2 ഇൻറ്റു പിന്നെ വൈ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? എക്സ് സ്ക്വയർ. അപ്പോൾ 2x സ്ക്വയർ മൈനസ് ഈ എക്സ് അതുപോലെ എഴുതി. ദെൻ വൈ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? 2x ആണ്. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 2x സ്ക്വയർ എന്ന് വരും. അത് ആക്ച്വലി എന്താ? 0. അപ്പോൾ വൈ ഡബിൾ ഡാഷ് ഇൻറ്റു വൈ മൈനസ് എക്സ് ഇൻറ്റു വൈ ഡാഷ് ഈക്വൽ ടു 0 എന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ 0 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഒരു സൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഒരു സൊല്യൂഷൻ, y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇസ് എ സൊല്യൂഷൻ ഓഫ് വൈ ഡബിൾ ഡാഷ് വൈ മൈനസ് എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 0. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ y ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ ആണോ നോക്കണം. അപ്പോൾ നമ്മൾ വൈ ഡാഷ് കണ്ടുപിടിക്കുന്നു. വൈ ഡാഷ് എന്തായിരിക്കും? 1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ വൈ ഡബിൾ ഡാഷും 0 എന്ന് വരും. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈ ഡബിൾ ഡാഷ് ഇൻറ്റു വൈ മൈനസ് എക്സ് ഇൻറ്റു വൈ ഡാഷ്, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈ ഡബിൾ ഡാഷ് 0 ഇൻറ്റു വൈ ഇവിടെ 1 ആണ്. 0 ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 0 എന്ന് വരും. അത് ആക്ച്വലി എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ നമുക്ക് ഇത് തന്നെയാണ് കിട്ടേണ്ടത്, 0 ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് പറയാൻ പറ്റും? y ഈക്വൽ ടു 1 ഈസ് എ സൊല്യൂഷൻ ഓഫ് വൈ ഡബിൾ ഡാഷ് വൈ മൈനസ് എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 0. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അതിൻ്റെ സം എന്ന് പറയുന്നത് സൊല്യൂഷൻ അല്ല എന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ അതിൻ്റെ സമ്മ് കൂടെ ഒന്ന്, സമ്മ് സൊല്യൂഷൻ ആണോ അല്ലയോ എന്നുള്ളത് കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. സോ ഇവിടെ ഞാൻ ലെറ്റ് y1 ഈക്വൽ ടു ഫസ്റ്റ് ഫങ്ഷൻ ഇവിടെ എക്സ് സ്ക്വയർ എന്ന് എടുക്കുന്നു ആൻഡ് y2 ഈക്വൽ ടു 1.
take y equal to y1 plus y2, that is y1ൻ്റെ y2ൻ്റെ സമ്മ, അതായത് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയാം. അപ്പം ഇനി ഇവിടെ ഈ y എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ y ഡാഷ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ y ഡാഷ് എന്ന് പറയുമ്പം ഇതിൻ്റെ ഡെറിവേറ്റീവ്, അത് ആക്ച്വലി എന്താ വരുന്നത്, ഈ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x എന്ന് പറയും, 2x എന്ന് വരും. പിന്നെ 1ൻ്റെ ഡെറിവേറ്റീവ് 0, അപ്പോൾ 2x പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 2x തന്നെ. ദെൻ y ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ ഇതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അപ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ y ഡബിൾ ഡാഷ് കിട്ടി, y ഡാഷ് കിട്ടി. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ y ഡബിൾ ഡാഷ് y മൈനസ് എക്സ് y ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് ആക്ച്വലി എന്താ വരുന്നത്, y ഡബിൾ ഡാഷിന് പകരം 2 എന്ന് കൊടുത്തു. y എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, y എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് എക്സ്, ഈ എക്സ് അതുപോലെ എഴുതി. ഇനി y ഡാഷ്, അപ്പോൾ അതെന്താ, y ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ 2x ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 2 മൈനസ് ഇവിടെ എക്സ് ഇൻറ്റു 2 ഇൻറ്റു എക്സ്, അത് ആക്ച്വലി എന്താ 2x സ്ക്വയർ ആണ്. ഇവിടെ 2x സ്ക്വയർ മൈനസ് 2x സ്ക്വയർ 0, പിന്നെ ബാക്കി വരുന്നത് എന്താ 2 ആണ്. നമുക്കിവിടെ കിട്ടേണ്ടത് എന്താണ്, 0 ആണ്. അപ്പോൾ വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 0, ദെർഫോർ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും, y ഈക്വൽ ടു y1 പ്ലസ് y2 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് നോട്ട് എ സൊല്യൂഷൻ of the given ordinary differential equation. Okay.